വിജയദശമി ദിനത്തിൽ കോഴിക്കോട് പലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിക്കാൻ CPM പലസ്തീൻ അംബാസിഡർ റാലിയിൽ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, വീണ്ടും പ്രകോപനം തുടരുകയാണ് CPM പലസ്തീന് ഐക്യദാർഢ്യ റാലി, അതും വിജയദശമി ദിനത്തിൽ. MV ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? KP സുരേഷ്, അല്പസമയങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് മാധ്യമങ്ങളെ കാണുമ്പോഴാണ് CPM സംസ്ഥാന അധ്യക്ഷൻ MV ഗോവിന്ദൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പലസ്തീൻ ഐക്യദാർഢ്യ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതും വാസ്തവമാണ്. ഇതുമായി ബന്ധപ്പെട്ട നിലപാട് പറഞ്ഞത് പലസ്തീൻ ഐക്യദാർഢ്യ വിഷയം CPMന്റെ ആ ഒരു നിലപാട് ഹിന്ദു വിരുദ്ധമല്ലെന്നാണ് ആദ്യമേ സൂചിപ്പിച്ചത്. തുടർന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒക്ടോബർ 2-ന് കോഴിക്കോട് വെച്ച് ഇത്തരത്തിലൊരു പലസ്തീൻ വിഷയത്തിൽ ഐക്യദാർഢ്യം സംബന്ധിച്ചുള്ള റാലി സംഘടിപ്പിക്കുന്നു. വലിയ റാലിയാണ് സംഘടിപ്പിക്കുന്നത് CPMന്റെ നേതൃത്വത്തിൽ എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. ഒക്ടോബർ 2 എന്നുള്ളത് ഗാന്ധി ജയന്തി ദിവസമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വിജയദശമി നാൾ കൂടിയാണ്. ഈ ഒരു ദിവസത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഹമാസ് അനുകൂലികൾക്കുള്ള പിന്തുണ കൂടിയാണ് ഇത്തരത്തിൽ നൽകുന്നത്. ആ ഒരു നിലപാട് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഈ വിജയദശമി നാളിൻ്റെ ശോഭ കെടുത്തുന്ന തരത്തിൽ അവരുടെ നിലപാടിലുണ്ടായ ഒരു അതിനെ ന്യായീകരിക്കുമ്പോഴും ഇത്തരത്തിൽ ഒരു അംബാസിഡറെ അടക്കം, പലസ്തീൻ അംബാസിഡറെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു വലിയ റാലി സംഘടിപ്പിക്കുന്നത്. ഇതിന് പിന്നിൽ എന്തായാലും ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ അത്തരത്തിലുള്ള വിലയിരുത്തലുകളും ഉണ്ടാകുന്നുണ്ട്. അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, ഒപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി വരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തീവ്ര ഇസ്ലാമിക ചിന്തയുള്ളവരെ, ആ ഒരു വിഭാഗത്തെ കൂടി കൂടെ കൂട്ടുക, അത്തരത്തിൽ അവരുടെ വോട്ട് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് CPM സ്വീകരിച്ച അടക്കമുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഐക്യദാർഢ്യം തന്നെയാണ് ഈ CPMന്റെ പലസ്തീൻ പ്രേമം പണ്ടേ പരസ്യമാണ്. പക്ഷേ അങ്ങനെ ഒരു ഐക്യദാർഢ്യ റാലി നടത്താൻ തിരഞ്ഞെടുത്ത ദിവസം അത് വിജയദശമി ദിനത്തിന്റെ ശോഭ കെടുത്താനുള്ള ഒരു ബോധപൂർവമായ നീക്കമാണ് എന്നുള്ള വിമർശനം തന്നെയാണ് ഉയരുന്നതല്ലേ? അതായത് ഭീകരതയ്ക്ക് ഇന്നും കൂട്ടുനിൽക്കുന്ന CPM അത്രത്തോളം പവിത്രമായി ഹൈന്ദവ സമൂഹം കാണുന്ന ഒരു ദിനത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു റാലി നടത്തുന്നു എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത്, അല്ലേ? തീർച്ചയായും KP സുരേഷ്, അത്തരത്തിൽ തന്നെയാണ്. അതായത് ഹൈന്ദവ സമൂഹം വളരെ പ്രധാനപ്പെട്ട ദിവസമായി കാണുന്ന, ദിവ്യമായി കാണുന്ന ദിവസമാണ് വിജയദശമി നാൾ. അതായത് കുരുന്നുകളടക്കം അക്ഷരലോകത്തേക്ക് ചുവട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യ ആരംഭ ദിനമാണ്. അത്രയും പ്രധാനപ്പെട്ട, അത്രയും പ്രാധാന്യമേറുന്ന ഒരു ദിവസം. ആ ദിവസത്തിൻ്റെ പ്രാധാന്യം കെടുത്തുന്ന, ദിവസത്തിൻ്റെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ്. ഇതിന് പിന്നിൽ കൃത്യമായൊരു രാഷ്ട്രീയ തന്ത്രമുണ്ടെന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. അത്തരത്തിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചരട് ബലികളും CPMന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നമ്മുടെ മുന്നിൽ കഴിഞ്ഞുപോയ സംഭവങ്ങളൊക്കെ ഉണ്ടായി, അതായത് ആഗോള അയ്യപ്പ സംഗമം അടക്കമുള്ള വിഷയങ്ങൾ. എന്നാൽ ആ സർക്കാരിൻ്റെ ആ കപടമുഖം, ഇരട്ടത്താപ്പ് നയം വലിച്ചു കീറുന്ന തരത്തിലുള്ള നിലപാട് തന്നെയാണ് ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് കിട്ടിയത്. ആ ഒരു വലിയ തിരിച്ചടി കനത്ത പ്രഹരമായി CPMനെ ഏറ്റു നിൽക്കുമ്പോഴാണ് മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത്. അതായത് വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ തീവ്ര ഇസ്ലാം വിഭാഗത്തെ കൂടെ കൂട്ടി അത് വോട്ടാക്കി മാറ്റുക, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് പിന്നിലുള്ള ഒരു അജണ്ട തന്നെയാണ് ഇത്തരത്തിൽ ഒരു ദിവസം തന്നെ തിരഞ്ഞെടുത്തതിന് പിന്നിലുള്ള എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ CPMന്റെ ഈ ഒരു കപട മുഖത്തിന്റെ മറ്റൊരു വശം കൂടിയാണ് ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തതിലൂടെ കൂടി നമുക്ക് വ്യക്തമാകുന്നത്. അതായത് വിജയദശമി ദിവസമാണ്. കുരുന്നുകൾ, ആ ഒരു ദിവസത്തിന് വളരെ പവിത്രതയുണ്ട്, വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ്. എന്നാൽ ആ ദിവസത്തിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാതെ, ആ ദിവസത്തിന്റെ പ്രാധാന്യത്തിനനുസരിച്ച് പെരുമാറാതെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ തന്നെ ഇത്തരത്തിലൊരു ഭീകരതയ്ക്കുള്ള കൂട്ട് നിൽക്കുന്ന തരത്തിലുള്ള നിലപാടാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പലസ്തീൻ അംബാസിഡറെയാണ് കേരളത്തിലേക്ക് എത്തിക്കുക. കോഴിക്കോട് വരുന്നു, വലിയ തരത്തിലുള്ള റാലിയാണ് സംഘടിപ്പിക്കാൻ പോകുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതുമായി ബന്ധപ്പെട്ട ഹൈന്ദവ സംഘടനകൾ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് MV ഗോവിന്ദൻ മാഷിനറിയാം. അതുകൊണ്ടാണ് വലിയ വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില നിലപാടുകൾ വ്യക്തമാക്കാതെ അന്ന് നടക്കുമെന്നുള്ള സൂചന മാത്രം നൽകിയത്. ഈ വിഷയം വന്നതിന് ശേഷം ഈ ഒരു വിഷയം ഇതിലൂടെ പുറത്തു വരുമ്പോൾ നിരവധി വിമർശനങ്ങൾ ഉയരുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഒപ്പം തന്നെ ശക്തമായ വിമർശനവും ശക്തമായ എതിർപ്പും CPMന് നേരിടേണ്ടി വരും. കൃത്യമായും അത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസം, ആ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഈ വോട്ട് രാഷ്ട്രീയം ലക്ഷ്യമിട്ടാക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമാകുമെന്നത് കൂടി നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു ദിവസം തിരഞ്ഞെടുക്കുമ്പോൾ ആളുകളെ, അതായത് പാർട്ടി
പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇടത് അനുകൂലികളെ അവിടെ എത്തിച്ചുകൊണ്ട് പാർട്ടി ഒരു ശക്തി പ്രകടിപ്പിക്കുക എന്ന തരത്തിലേക്കും ഇതിനെ മാറ്റുവാനായിട്ടാണ് CPM ആലോചിക്കുന്നതെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഈ വാർത്താ സമ്മേളനത്തിൽ ഈ വളരെ ചുരുങ്ങിയ വിവരങ്ങൾ മാത്രമേ പങ്കുവച്ചിട്ടുള്ളൂ. ഇത് കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയമാക്കുമെന്ന് CPM സംസ്ഥാന അധ്യക്ഷന് തന്നെ മനസ്സിലായ ഘട്ടത്തിലായിരിക്കാം ഇത്തരത്തിൽ കുറച്ച് വിവരങ്ങൾ മാത്രം പങ്കുവച്ചു. എന്നാൽ ഈ ഒരു വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ വിമർശനം തന്നെയാണ് ഉയരുന്നത്, കൃത്യമായ എതിർപ്പ് തന്നെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. KP സുരേഷ്. ശരി, ഏതായാലും വിജയദശമി ദിനത്തിലാണ് പലസ്തീൻ ഐക്യദാർഢ്യ റാലി കോഴിക്കോട് നടത്താൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. MS വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.